വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ പീരീഡ്സ് ഇറഗുലർ ആകുമോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. നോർമലി ഒരു 18 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇറഗുലർ ആയിട്ട് പീരീഡ്സ് വരിക എന്നുള്ളത്. നമ്മൾ അവരോട് ചോദിച്ചു വരുമ്പോഴായിരിക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം അവർ പറയുന്നത് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടർ വെയിറ്റ് ഗെയിൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഇന്നത്തെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത്. അതായത് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി വഴി സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺസിന് സാരമായ വ്യതിയാനം വരുന്നു. അതായത് ഫാറ്റ് ഡിപ്പോസിഷൻ ബോഡിയിൽ കൂടുതൽ വരുമ്പോഴേക്കും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ശരീരത്തിൽ കൂടുകയും അത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഹോർമോൺസിലും ഒരു വ്യതിയാനം ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നോർമലായിട്ട് ഓവുലേഷൻ നടക്കാതെ വരുന്നു. അത് ഈ ഹോർമോണൽ ഇംബാലൻസിന് കാരണമായി തീരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് വണ്ണം വയ്ക്കുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് കൂടുകയും അത് നോർമലായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാതെ വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലുള്ള മെയിൽ ഹോർമോൺ അഥവാ ആൻഡ്രജൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നു. ഇതും ഓവുലേഷൻ നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ഏറ്റവും കോമൺ ആയിട്ട് സ്ത്രീകളിൽ കാണുന്ന ഒരു കാര്യമാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. ശരീരത്തിൽ ആണുങ്ങളുടെ ഇതുപോലെയുള്ള രോമവളർച്ച ഉണ്ടാവും, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പുണ്ടാകും. അപ്പോൾ അത് പീരീഡ്സ് ഇറഗുലർ ആകാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഇനി ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ്. നമ്മുടെ ബോഡി വെയിറ്റിൻ്റെ 5 to 10% എങ്കിലും നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ എക്സസൈസ്, ഡയറ്റ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് പീരീഡ്സ് ഇറഗുലറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ? ചിലർ പറയും എനിക്ക് കുട്ടികളുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? കുട്ടികളില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമാണിത്. കുട്ടികൾ ഉള്ളവരാണെങ്കിൽ പോലും നമുക്ക് കറക്റ്റായിട്ട് പീരീഡ് വരാതിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ യൂട്രസിൻ്റെ കട്ടി കൂടുകയും എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ എന്നിങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന ടൈപ്പ് 2 ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഇതെല്ലാം ഉണ്ടാകാനും ഈ അമിതവണ്ണം കാരണം സ്ത്രീകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു.